അതെ, ദീപാവലിക്ക് ഉണ്ടാക്കിയ ഒരു ബർഫിയാണ് കേട്ടോ ഇത്. വീഡിയോ ഇടാൻ സമയം കിട്ടാത്തത് കൊണ്ട് ഇപ്പോഴാണ് എനിക്ക് ഇടാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ സംഗതി പിടി കിട്ടിയോ? ഇതാണ് മൈസൂർ രാജാവിന് ഏറെ ഇഷ്ടപ്പെട്ട മൈസൂർ പാക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ ഒരു 1.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ടേ. അതൊന്ന് അരിച്ചെടുത്ത് ഒരു പാനിലേക്കിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു മണം വരും. ആ സമയത്ത് നമുക്ക് ഇറക്കി പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ട് അതിന് നമ്മൾ ഏത് കപ്പിലാണോ മാവെടുത്ത് അത്രയും തന്നെ നെയ്യും ഇതിന് ആവശ്യമായി വരുന്നുണ്ട്. ഇച്ചിരി കൂടുതൽ നെയ്യാണ് ഇതിന് ആവശ്യമായി വരുന്നത്. അതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായി ചൂടാക്കി ഇട്ടേക്കണം. അപ്പം നമ്മൾ മാവ് വറുത്തെടുത്ത് നനയ്ക്കാൻ തുടങ്ങുമ്പം നല്ല ചൂട് നെയ്ക്കുണ്ടായിരിക്കണം. മാവ് വറുത്ത് വരുമ്പോൾ ഒന്ന് ഒരുപാട് വറുക്കണ്ട, ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു മണം വരും. ആ മണം വരുന്ന സമയത്ത് ഇറക്കി നമ്മളൊരു പാത്രത്തിലേക്കിട്ട് നല്ല ചൂടുള്ള നെയ്യ് അല്പാൽപ്പമായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം. അപ്പം ഞാൻ ഈ കടലമാവിൻ്റെ കൂടെ ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ബേക്കറിയിൽ നിന്ന് വാങ്ങുമ്പോൾ പാൽപ്പൊടിയൊന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ, അതിനകത്തൊന്നും കാണത്തില്ല. നെയ്യും കടലമാവും ഇട്ട് മാത്രമാണ് ബേക്കറിയിലും നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ചൂടുള്ള നെയ്യ് അല്പാൽപ്പമായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുഴമ്പ് രൂപത്തിലാക്കി വെക്കണം. ബാക്കി നെയ്യ് വരുന്നെങ്കിൽ അത് വെച്ചേക്കുക, നമുക്കിത് ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് മിക്സ് ചെയ്യാം. അപ്പം ഞാനിത് കുഴമ്പത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് നമ്മൾ എത്ര മാവാണോ എടുക്കുക ആ അളവിൽ ആ കപ്പിൽ തന്നെ പഞ്ചസാരയും എടുത്ത് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് പാവ് കാച്ചി എടുക്കണം. പാവ് കാച്ചി തിളച്ച് പഞ്ചസാര പാവ് തിളച്ച് ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ തിളച്ച് വരുമ്പോൾ ഇതൊരു നൂൽ പരുവത്തിലാവും. ഈ നൂൽ പരുവത്തിലാകുന്ന സമയത്ത് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കുറുകുന്നത് വരെ അങ്ങനെ പഞ്ചസാര പാവുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാഷ്യൂസും ബദാമും കൂടി ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് പാനിൽ നിന്ന് സെപ്പറേറ്റായി വരുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിനുശേഷം ഒരു നെയ്യ് തടകിയ പാത്രത്തിലേക്ക് ഇത് ചൂടോടെ തന്നെ മാറ്റണം, പെട്ടെന്ന് തന്നെ മാറ്റണം. ഇത് തണുത്തു പോയാൽ പെട്ടെന്ന് കട്ടി പിടിക്കുന്ന ഒരു ഐറ്റമാണ്. അത്രയ്ക്ക് പഞ്ചസാര ഉള്ളതുകൊണ്ടാണ് കട്ടി പിടിക്കുന്നത്. അപ്പോൾ ഒരു നെയ്തടകിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രസ് ചെയ്ത് അമർത്തി വെക്കേണ്ട, ഒന്ന് ലൂസാക്കി തന്നെ ഇങ്ങനെ ഇട്ടാൽ മതി. സ്പൂൺ കൊണ്ട് അമർത്തുകയൊന്നും വേണ്ട. അതിനുശേഷം ഇത് പീസായിട്ട് നമുക്ക്